അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ബ്രെഡാണ്. അപ്പോൾ അതിലൊരു ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡോ തയ്യാറാക്കാം. ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, അര കപ്പ് പാല്, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് കുഴക്കണത്. നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ചെടുത്താൽ മതി. 10 മിനിറ്റ് നീഡ് ചെയ്താൽ തന്നെ നന്നായി കുഴഞ്ഞ് വരുത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. നന്നായി ഞാൻ ഒരു 10 മിനിറ്റ് നേരം സ്റ്റാൻഡ് മിക്സറിലിട്ട് കുഴക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒലിവ് ഓയിൽ തന്നെ ഞാൻ പിന്നെ അതിൽ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു 1.5 മണിക്കൂർ മൂടി വെക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കണത്. സൺഫ്ലവർ ഓയിൽ ഉള്ളവർ അതൊഴിച്ചാൽ മതി. ഒരു 1.5 മണിക്കൂർ വരെ ഞാനിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. നമുക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. വെറും വെജിറ്റബിൾ വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 4 പീസ് ചിക്കന് കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഉള്ളി ഞാൻ എത്രണ്ണമെന്ന് കാണിച്ചു തരാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ ഉള്ളി. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി വഴന്ന് വരണം കേട്ടോ. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റണം. ഉള്ളി ഈ വഴന്ന് വരുന്ന സമയമുള്ളൂ കേട്ടോ ഇതിന് വേണ്ടത്. അത് ഒന്ന് നന്നായി വഴന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ പോയിട്ടുണ്ട്. അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് നന്നായി പച്ചച്ചുവ മാറണ വരെ ഒന്ന് വഴറ്റുക. അതിൻ്റെ ശേഷം ഞാൻ ചിക്കന് ചെറുതായി ഇങ്ങനെ പീസാക്കി എടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ ടീസ്പൂണാണ് കേട്ടോ, ചെറിയ സ്പൂണാണ്, അതിനൊരു സ്പൂണ് ഗരം മസാല, പിന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കനിലും പിന്നെ ഇതിന് ചിക്കൻ്റെ സ്ട്രോക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടി ആകുമ്പോൾ ഉപ്പ് ഏറിപ്പോകും. അപ്പോൾ വളരെ കുറച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പുളി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം ഇതിലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, മുളക് പൊടി കുറച്ചിട്ട്. പിന്നെ ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ചെറിയൊരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് ക്യാപ്സിക്കം, നമുക്കൊരു ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്തതാണ്, അതിട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ അതിലേക്ക് പൊടികൾ ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ഇട്ടെടുത്തത് കേട്ടോ. മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടില്ല. ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടു. അത് നമുക്കിതിലേക്ക് ഒരു മയോണൈസ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിൽക്കും ഓയിലും വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമുക്കിതിൽ പിന്നെ ഒരിക്കൽ പോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഡൗവിനെ ഞാൻ 2 പോർഷനാക്കി എടുത്തു. കാരണം ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മസാല ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ വേറെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 പോർഷനാക്കി എടുത്തു ഞാൻ ഡൗവിനെ. ഞാൻ എപ്പോഴും ന്യൂസ് പേപ്പർ കൗണ്ടർ ടോപ്പിലൊന്ന് വിരിച്ചിടും കേട്ടോ. കാരണം നമുക്ക് ഈ
ഒരുപാട് പണികൾ എടുക്കുമ്പോൾ നമ്മൾ ആകെ വൃത്തികേടാവും. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ന്യൂസ് പേപ്പർ വിരിക്കണം. കാരണം ഇതുകൊണ്ട് പിന്നെ പുറത്ത് കൊണ്ടേ കളഞ്ഞാൽ മതിയല്ലോ, പെട്ടെന്ന് പിന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനത് കുറച്ച് വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്, ചപ്പാത്തിൻ്റെ അത്ര കനമല്ല. എന്നിട്ട് ഞാൻ ഒരു നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, എത്ര എണ്ണം കിട്ടും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വലുത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത്, പിന്നെ ഞാൻ ഒരു പാകത്തിനുള്ള വലിപ്പം വെച്ചിട്ട് പിന്നെ ചെറുത് വെച്ചിട്ടൊന്ന് രണ്ടാമത് മാർക്ക് ചെയ്തതാണ്. അതാണ് അങ്ങനെ 2 എണ്ണം കാണുന്നത് കേട്ടോ. നമുക്കതിലേക്ക് ഫില്ലിങ് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഓരോ മാർക്ക് ചെയ്തിലും. പിന്നെ ഞാനിത് വെച്ച് ഇത് കുക്കീസിൻ്റെ കട്ടറാണ്, അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ രണ്ടാമത് മാർക്ക് ചെയ്തത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മയോണൈസും കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. മയോണൈസ് ഒഴിക്കുമ്പോഴാണ് ഇതൊരു ജ്യൂസി ആവുന്നത്. പിന്നെ അതേപോലെ തന്നെ വലുപ്പത്തിൽ മറ്റേ ആ ബോളും പരത്തിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കമിഴ്ത്തിയിടുകയാണ്. എന്നിട്ട് നമ്മൾ ആ കട്ടർ കൊണ്ട് തന്നെയാണ് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, അങ്ങനെയാണ് കട്ട് ചെയ്യണത് കേട്ടോ. നമ്മൾ ആ കട്ടർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം വെച്ചിട്ടാണ് ആദ്യം കട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ശരിക്കും നമുക്ക് നല്ല ഭംഗിയുള്ള ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റേ ഭാഗം വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായി കിട്ടുമല്ലോ. ഇങ്ങനെ കട്ട് ചെയ്താൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് നമുക്ക് അത് ഇതാണ് സീലാവും കേട്ടോ. പിന്നെ നമുക്കൊന്ന് സീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ അത് സീലായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വലിയ പാനാണ് വെച്ചത്, അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് പിന്നെ ഞാൻ ചെറിയൊരു കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ട് എൻ്റെ അടുത്ത്, പിന്നെ ഞാൻ അത് വെച്ചിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തത്. എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബന്നാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, കഴിക്കാനൊരു ഫില്ല് ചെയ്ത് നമുക്ക് ഡിന്നറിനോ ഇനി വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കത്. ഡിന്നറിനാണെങ്കിൽ നമുക്ക് 2 എണ്ണം കഴിച്ചാൽ തന്നെ നമുക്കിത് ഫില്ലാവും, വയറ് ഫില്ലാവും. ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ ഓരോന്നായിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് 1 കപ്പ് മൈദ എടുത്താൽ നമുക്ക് അത്യാവശ്യം കഴിക്കാനും ഉണ്ടാവും. നമ്മൾ സ്കൂളിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റി സ്നാക്സ് ആവും ചെയ്യും ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്.